എല്ലാവർക്കും നമസ്കാരം. നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് എന്റെ 400ാമത്തെ റെസിപ്പിയാണ്. റെസിപ്പി മാത്രമായിട്ടാണ് 400ാമത്തത്. വ്ളോഗ്സ് എല്ലാം കൂടെ ഇതുവരെ 420ഓളം വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ഇതുവരെ എന്റെ വീഡിയോസ് കണ്ടും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് ആൾക്കാർ സ്ഥിരമായി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരോട് പ്രത്യേകം സ്നേഹം, ഒരുപാട് നന്ദി, ഹൃദയത്തിൽ നിന്നും നന്ദി. അപ്പോ ഇന്ന് 400ാമത്തെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഇടാൻ പോകുന്നത് ഒരു പായസമാണ്. പിന്നെ ഓണം സ്പെഷ്യലും കൂടി ആയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം പൊടിയേരി പായസമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ 11 പായസത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതെല്ലാം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ 250 ml കപ്പിന് അരക്കപ്പ് പൊടിയരി കഴുകി എടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകി എടുത്തതേ ഉള്ളൂ. ഇത് നമ്മൾ സാധാ ചോറ് വെക്കുന്ന മട്ട അരിന്റെ പൊടിയരിയാണ്. മട്ട ബ്രോക്കൺ റൈസ് എന്ന് പറഞ്ഞിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഒരു പാനിലിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ കഴുകിയെടുത്ത പൊടിയരി പാനിലേക്കിട്ട് വറുത്തെടുക്കാം. ഇതിന് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഇതിന് കഴുകിയെടുത്ത വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. ആ വെള്ളം ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും 2-3 മിനിറ്റ് ഇളക്കി വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നെയ്യൊഴിച്ച് ഇളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ അരി ഇപ്പം നല്ലോണം ഡ്രൈ ആയി കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റാം. അധികം ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് മാറ്റാം. വറുത്തെടുത്ത അരി ഒരു കുക്കറിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം ഒഴിക്കാം. അരക്കപ്പ് പൊടിയരിയാണ് എടുത്തത്, അതിന് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇനി തീ കത്തിച്ച് അടച്ച് വെച്ച് വെയിറ്റിട്ട് ഒരു വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പം തുറക്കാം. ഒരു വിസിൽ വന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആവിയെല്ലാം പോയി അരി വെന്തിട്ടുണ്ട്. ഈ അരി വേണമെങ്കിൽ കുക്കറിലല്ലാതെ സാധാ പാത്രത്തിലും വേവിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് തീ കുറച്ചധികം സമയം വേവിച്ചെടുക്കാം. ഇതിന് പായസം ആക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അരി വേവിച്ച പാത്രത്തിൽ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അരി വേവിച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുത്താണ്. ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ശർക്കര മധുരത്തിന് വേണ്ടുന്നത്ര നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇത് ഒരു തേങ്ങയുടെ 1.5 കപ്പ് 2ാം പാലാണ്. ഇത് ചേർക്കാം. ഇനി വീണ്ടും തീ കത്തിച്ച് ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാം. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഇത് ഒരു തേങ്ങയുടെ അരക്കപ്പ് 1ാം പാലാണ്. ഇത് ചേർക്കാം. ഇതിന് ഇളക്കി മിക്സ് ചെയ്യാം. 1ാം പാല് ചേർത്താൽ അധികം തിളക്കാൻ പാടില്ല. ഒരു സൈഡിൽ നിന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് അടച്ചു വെക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് തീ ഓഫ് ചെയ്ത് പായസത്തിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റില് പൊടിയേരി പായസം റെഡിയാണ്.
പായസം ഇനി വേറൊരു ബൗളിൽ സെർവ് ചെയ്യാം. നല്ല വാങ്ങില്ലേ കാണാൻ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.